മനുഷ്യരെ മണ്ണിനടിയിൽ നിന്ന് ജീവിതത്തിലേക്ക് കോരിയെടുത്തത് യുവതയുടെ സൈന്യം. ദുരന്തമറിഞ്ഞ ആദ്യ മണിക്കൂറിൽ ചൂരൽമല കയറിയ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് 1 വർഷം പിന്നിടുമ്പോഴും അതിജീവന പ്രവർത്തനങ്ങൾ കർമ്മനിരതരാണ്. ഉരുൾപൊട്ടലിൽ മരണം മുന്നിൽ കണ്ട അനേകം പേർക്കാണ് ഡിവൈഎഫ്ഐ കൈത്താങ്ങായത്. ഉരുൾപൊട്ടി മണിക്കൂറുകൾക്കകം തന്നെ രക്ഷാപ്രവർത്തനവുമായി ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. ലോകത്ത് തന്നെ ഇത്തരമൊരു ദുരന്ത നിവാരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം നമ്മൾ ഏതെല്ലാം പ്രതിസന്ധി തരണം ചെയ്തെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ദുരന്തമുണ്ടാകുന്നത് ജൂലൈ 30-ാം തീയതി. ജൂലൈ 30-ാം തീയതി ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ നിരവധി മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കുണ്ടായത്. അന്ന് രാത്രി വരുന്ന ഘട്ടത്തിൽ ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. കാരണം ഒരു പ്രദേശം തന്നെ ആകെ ഇല്ലാത്തൊരവസ്ഥ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പിടുത്തം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് പിന്നെ ആ പ്രദേശത്തൂടെ നമ്മുടെ സ്കൂൾ റൂട്ടിനകത്ത് ആ വഴിയിലൂടെ കയറി പോകുന്നത്. വന്ന ആളുകൾ 2-3 ടീമായി വിവിധ പ്രദേശങ്ങളിലേക്കാണ് പോയത്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഘട്ടത്തിൽ ആദ്യം കാണുന്നത് ഒരു വീടിനകത്ത് നിന്ന് ലൈറ്റ് അടിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അത് 2 നിലൻ്റെ വീടാണ്, അത് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു അച്ഛനും അമ്മയും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ താഴ്ഭാഗം മൊത്തം മരവും ചെളിയും എല്ലാം വന്നടഞ്ഞ് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. ദുരന്തബാധിതരെ പൊതുജീവിതത്തിലേക്ക് ഉയർത്താൻ സാധിച്ചതിന്റെ അഭിമാനത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ചിന്തിക്കാൻ പോലും കഴിയുന്നതിലും അപ്പുറം ആ രീതിയിലായിരുന്നു ഇവിടെ വന്ന സമയത്ത് കണ്ട കാഴ്ച എന്ന് പറയുന്നത്. കാരണം ആളുകൾ ചെതറി ഓടുന്നുണ്ട്, കിട്ടുന്ന ആളുകൾ വണ്ടിയുള്ള ആൾ വണ്ടി എടുത്ത് 4-6 വഴികളിൽ അങ്ങനെയും പോകുന്നുണ്ട്. അത് കൂടാണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഏകദേശം ഞാൻ ഇപ്പോൾ റോഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എൻ്റെ അരയ്ക്ക് മേൽ ചളി വന്ന് അടിഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളപ്പോഴും ചിന്തിക്കുന്നത് ജീവനുള്ള ഒരാളെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഇനി മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല. ജീവനുണ്ടെന്ന് തന്നെ അവർ രക്ഷപ്പെടുന്നുള്ള ഒറ്റ ചിന്ത വെച്ചാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. കൈരളി ന്യൂസ്, വയനാട്.